നമസ്കാരം, ഞാൻ വിനോദ് ഗീതാഞ്ജലി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഹാരഥന്മാരായ കുറച്ച് സംഗീതജ്ഞരെക്കുറിച്ച്, വാഗ്ഗേയകാരന്മാരെക്കുറിച്ചും പറഞ്ഞിരുന്നു. കർണാടക സംഗീതം എന്നാൽ എന്താണെന്നുള്ളത് സാധാരണക്കാരിൽ ഇപ്പോഴും അവർക്ക് പല പല സംശയങ്ങളാണ്. കർണാടക സംഗീതം, ഇത് കർണാടകത്തിൽ നിന്ന് വന്നതാണോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതിൽ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു മറുപടി ഇതുവരെ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചിലർ പറയും കർണങ്ങളെ ആവർത്തിച്ച് സ്വാധീനിക്കാൻ കഴിവുള്ള ഗീതം, ചിലർ വളരെ പഴയതായിട്ടുള്ളത് എന്ന് പറയും, ചിലർ കർണാടക ദേശത്ത് പ്രചാരം സിദ്ധിച്ചതിനാൽ കർണാടക സംഗീതം എന്ന് പറയും. അങ്ങനെയുണ്ട്. എന്നാലും വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മളുടെ സപ്തസ്വരങ്ങൾ സ സ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ, ഈ സപ്തസ്വരങ്ങൾ ശരിക്കും പക്ഷി മൃഗാദികളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത് പക്ഷി മൃഗാദികളിലൂടെയാണ് എന്നാണ് പഴയ അതിപുരാതനമായിട്ടുള്ള സംഗീതജ്ഞന്മാരുടെ പോലും അഭിപ്രായം. അതിന് നമ്മളുടെ ഈ അടുത്ത ഇടയിൽ ദേവസഭാതലം എന്ന് പറയുന്നൊരു പാട്ട്, ഒരു സിനിമയിലെ ഒരു രാഗമാലികയിൽ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി സാറ് രചിച്ച അതിലിത് വ്യക്തതയോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ദൈവതം, നി നിഷാദം. എന്ന് വെച്ചാൽ ഷഡ്ജം മയിൽ, ഋഷഭം കാള, ഗാന്ധാരം ആട്, മധ്യമം ക്രൗഞ്ചം, ക്രൗഞ്ചപക്ഷി, പഞ്ചമം കുയിൽ, ദൈവതം കുതിര, നിഷാദം ആന എന്നാണ് ഇങ്ങനെ പരക്കെ പറയപ്പെടുന്നത്. അതിൽ ഉദാഹരണമായിട്ട് അവർ പറയുന്നുണ്ട് മയൂരനാദം സ്വരമായി വിടരും, പിന്നെ ഋഷഭസ്വരങ്ങളായി പൗരുഷമേകും, പിന്നെ ഗാന്ധാരം ആട് സന്തോഷകാരക സ്വരം 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 സ്വരം, അജരവ ഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം, ആമോദകാരക സ്വരം സുന്ദര ഗാന്ധാരം. ഗാന്ധാരം എന്ന് വെച്ചാൽ ആട്. മധ്യമം ക്രൗഞ്ചം, ക്രൗഞ്ചം ശ്രുതിയിൽ ഉണർത്തും നിസ്വനം, മധ്യമം. പിന്നെ മധ്യമം എന്ന് വെച്ചാൽ ക്രൗഞ്ചപക്ഷി. പഞ്ചമം എന്ന് വെച്ചാൽ കുയിൽ. പഞ്ചമം വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം. ദൈവതം എന്ന് വെച്ചാൽ കുതിര. അശ്വരവങ്ങളാജ്ഞാ ചക്രത്തിൽ ഉണർത്തും ശിവരൂപം, ദൈവതം കുതിര. നിഷാദം ആന. ഗജമുഖനാദം സാന്ത്വനഭാവം, ആഗമജപലയ നിഷാദരൂപം. ഇത് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതൊരു ഒരു നല്ല ഒരു മെസ്സേജാണ്. സാധാരണ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എവർക്കും മനസ്സിലത് കാത്തു സൂക്ഷിക്കാൻ പറ്റിയൊരു നല്ലൊരു പോയിന്റുകളാണ് അതിനകത്തുള്ളത്. ഈ സ്വരങ്ങൾ 7 സപ്തസ്വരങ്ങൾ 7, ഇതിന് 12 സ്വരസ്ഥാനങ്ങൾ, ഇതിനെ ദ്വാദശ സ്വരങ്ങൾ എന്നും പറയാറുണ്ട്. 12 സ്വരസ്ഥാനങ്ങളുണ്ട്. അതിൽ ഷഡ്ജം പഞ്ചമം എന്ന പ്രകൃതി സ്വരങ്ങൾ, അവ അചലമായ സ്വരങ്ങളാണ്, അചല സ്വരങ്ങളാണ്. അതിൽ രണ്ടിലും വ്യത്യാസം വരുന്നില്ല ബാക്കിയുള്ള എല്ലാ സ്വരങ്ങളിലും. എന്നുവെച്ചാൽ ഷഡ്ജം പഞ്ചമം ഒഴികെയുള്ള സ്വരങ്ങളെല്ലാം ഋഷഭം. അതിൽ ശുദ്ധഋഷഭം, ശുദ്ധഋഷഭം എന്ന് വെച്ചാൽ ചെറിയ ഋഷഭം. ചതുശ്രുതി ഋഷഭം എന്ന് വെച്ചാൽ വലിയ ഋഷഭം. സാധാരണ ഗാന്ധാരം എന്ന് വെച്ചാൽ ചെറിയ ഗാന്ധാരം. അന്തരഗാന്ധാരം എന്ന് വെച്ചാൽ വലിയ ഗാന്ധാരം. മധ്യമം ശുദ്ധമധ്യമം ചെറുത്, പ്രതിമധ്യമം വലുത്. ദൈവതം ശുദ്ധ ദൈവതം ചെറുത്, ചതുശ്രുതി ദൈവതം വലുത്. നിഷാദം കൈശിക നിഷാദം ചെറുത്, കാകല നിഷാദം വലുത്. അങ്ങനെ ഉള്ള തരംതിരിവ് ഈ ഇതിനകത്ത് 12 സ്വരസ്ഥാനങ്ങളും കൂടാതെ 4 സ്വരപ്പേരുകളുമുണ്ട്.
ഇതിൽ 4 സ്വരപ്പേരുകളുണ്ട്. സ്വരപ്പേരുകളെന്ന് വെച്ചാൽ ഷഡ്ശ്രുതി ഋഷഭം, ശുദ്ധ ഗാന്ധാരം, ഷഡ്ശ്രുതി ദൈവതം, ശുദ്ധ നിഷാദം എന്നിങ്ങനെ 4 സ്വരപ്പേരുകളുണ്ട്. ഇവയെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പാടിത്തന്നാൽ മാത്രമേ അടുത്ത വരുന്ന വീഡിയോകളിൽ പാടിത്തരുമ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഷഡ്ശ്രുതി ഋഷഭം ഇത് സാധാരണ ഗാന്ധാര സ്ഥാനത്ത് ആണിത് പ്രയോഗിക്കുന്നത്. ശുദ്ധ ഗാന്ധാരം ചതുശ്രുതി ഋഷഭ സ്ഥാനത്താണ് പ്രയോഗിക്കുന്നത്. ഷഡ്ശ്രുതി ദൈവതം കൈസികി നിഷാദ സ്ഥാനത്താണ് പ്രയോഗിക്കുന്നത്. ശുദ്ധ നിഷാദം ചതുശ്രുതി ദൈവത സ്ഥാനത്താണ് നമ്മളത് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പാടിത്തരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. സരിഗമ പധനിസ സനിധപ മകരിസ എന്ന പൂർണ്ണമായിട്ടും എല്ലാ നോട്ട്സും ഉള്ള രാഗങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ, അസെൻഡിങ് ഡിസെൻഡിങ് ആ ക്രമത്തിൽ സമ്പൂർണ്ണമായിട്ട് എല്ലാ സ്വരങ്ങളും വരുന്ന രാഗങ്ങളെ സമ്പൂർണ്ണ രാഗങ്ങൾ അല്ലെങ്കിൽ മേളകർത്ത രാഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. മേളകർത്ത രാഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കർണാട്ടിക് പാഠ്യപദ്ധതിയിൽ, നമ്മളുടെ കർണാടക സംഗീത പാഠ്യ പദ്ധതിയിൽ ആകെ 72 മേളകർത്ത രാഗങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 72 കർത്ത രാഗങ്ങളാണ് ഉള്ളത്. എന്നുവെച്ചാൽ സമ്പൂർണ്ണമായിട്ട് ആരോഹണ അവരോഹണ ക്രമങ്ങൾ എല്ലാ നോട്ട്സുകളുള്ള രാഗങ്ങൾ. അപ്പോൾ ഇതിൽ ഈ മേളകർത്ത രാഗ പദ്ധതി ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾക്ക് ഈ രാഗങ്ങളെ പരിചയപ്പെടുത്തിയതും ഇതിന് ക്ലാസിഫിക്കേഷൻസ് ഓഫ് രാഗ ഇതിനെ നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ മനസ്സിലോട്ട് അല്ല നമ്മളിലോട്ട് സന്നിവേശിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വെങ്കിടമഹി എന്ന് പറയുന്ന മഹാസംഗീതജ്ഞനായ ഒരു പണ്ഡിതനായിരുന്നു. സംസ്കൃത പണ്ഡിതനും സർവോപരി തികഞ്ഞ സംഗീതജ്ഞനും കൂടിയായിരുന്ന ശ്രീ വെങ്കിടമഹിയാണ് നമ്മളിലേക്ക് നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്. 72 മേളകർത്ത രാഗങ്ങളെയും ജന്യരാഗങ്ങളെയും ക്രോഡീകരിച്ചതും അദ്ദേഹമാണ്. ഈ ജന്യരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സമ്പൂർണ്ണ രാഗങ്ങളിൽ നിന്ന് ഓരോ നോട്ട്സ് കുറയുമ്പോൾ, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഓരോ സ്വരങ്ങൾ കുറയുമ്പോൾ കിട്ടുന്ന സ്വരങ്ങൾ വെച്ചുള്ള രാഗങ്ങൾ ആണ് ജന്യരാഗങ്ങൾ എന്ന് പറയുന്നത്. ജന്യരാഗങ്ങളിൽ തന്നെ പല പല രീതിയിലുള്ള ജന്യരാഗങ്ങളുണ്ട്. അതിൽ ആരോഹണത്തിൽ 5ഉം അവരോഹണത്തിൽ സമ്പൂർണ്ണമായിട്ട് സ്വരങ്ങൾ വരുന്നതിന് ഔഡവ സമ്പൂർണ്ണ രാഗം എന്ന് പറയുന്നു. ആരോഹണത്തിൽ 6 സ്വരങ്ങളും അവരോഹണത്തിൽ മുഴുവൻ സ്വരങ്ങളും വരുന്നതിനെ ഷാഡവ സമ്പൂർണ്ണ രാഗം എന്ന് പറയുന്നു. ആരോഹണത്തിൽ 5ഉം അവരോഹണത്തിൽ 5ഉം വരുന്നതിന് ഔഡവ രാഗങ്ങൾ എന്ന് പറയുന്നു. ഇനി ആരോഹണത്തിൽ 6ഉം അവരോഹണത്തിൽ 6ഉം സ്വരങ്ങളുള്ളതിന് ഷാഡവ രാഗങ്ങൾ എന്ന് പറയുന്നു. ആരോഹണത്തിൽ 6ഉം അവരോഹണത്തിൽ മുഴുവനും ഉള്ള രാഗങ്ങളെ, സ്വരങ്ങളുമുള്ള രാഗങ്ങളെ ഷാഡവ സമ്പൂർണ്ണ രാഗങ്ങൾ എന്നും പറയുന്നു. അങ്ങനെ ഇതിനെ ഉദാഹരണം ഇപ്പം സരിഗ മധസ സാധ മഗാരിസ, ഇത് ഒരു ഔഡവ രാഗം. സരിഗ പനിസ സനി പഗരിസ, ഇത് ഒരു ഔഡവ രാഗം. സരിമ പനിസ സനി പമരിഗ മരിസ, ഇതൊരു ഔഡവ സനി പമരിഗ മരിസ, ഔഡവ ഷാഡവരാഗം. ഇതിനെക്കുറിച്ച് ഇനി വിശദമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തന്ന് തരിക. നമസ്കാരം.